ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. അതുമല്ല, തേങ്ങ അരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. 2 വലിയ നല്ല നിറമുള്ള ടൊമാറ്റോ എടുത്തതൊന്ന് പ്യൂരിയാക്കാം. അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ മസാല ടൊമാറ്റോയിലൊന്ന് കുതിർന്നിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 5 അയല എടുത്തിട്ടുണ്ട്. അയല അല്ലാതെ ഏത് മീൻ വെച്ചും ഇതുപോലെ ചെയ്യാം. 1/2 കപ്പ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ 1 സവാള സ്ലൈസ് ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിൽ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നിറം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ടൊമാറ്റോ മസാല മിക്സ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ജോലി കുറച്ച് എളുപ്പമായി കിട്ടും. ടൊമാറ്റോയിലുള്ള വെള്ളവും ഒന്ന് വറ്റി കിട്ടും, മസാല കരിയുകയും ഇല്ല. എളുപ്പത്തിൽ തന്നെ കാര്യം നടക്കും. ഇതിലിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചട്ടി അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എണ്ണ ആവശ്യമാണെങ്കിൽ എണ്ണ ഒഴിക്കുക. ഞാൻ എണ്ണ വളരെ കുറച്ചാണ് ഒഴിച്ചത്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള പുളി ഒഴിക്കാം. ഞാൻ 2-3 കഷ്ണം കുടംപുളിയാണ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത്, അതൊഴിക്കാം. ഇല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ഇതിലൊഴിക്കാം. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. ഇപ്പോൾ 2-3 മിനിറ്റായി. അരപ്പ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ മീൻ ചേർക്കാം. ഈ അയലമീൻ അല്ലെങ്കിൽ നെമ്മീനോ കൊഞ്ചോ പാരമീനോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്, മുരിങ്ങയ്ക്ക. മീനിൽ മുരിങ്ങയ്ക്ക ഇട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. ആ മുരിങ്ങയ്ക്ക കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് മീനിനേക്കാളും ഇഷ്ടം മീനിൽ കിടക്കുന്ന മുരിങ്ങയ്ക്ക എടുത്ത് കഴിക്കാനാണ്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവിയിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല. ഇനി വെന്തതിന് ശേഷം തവിയിട്ട് ഇളക്കാതിരുന്നാൽ മതി. അടച്ചു വെച്ചിട്ട് 6 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.